തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഏറിയാട് ആശ്രയ ഭവനത്തിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പനി ബാധിച്ച് കിടപ്പിലായ പള്ളത്ത് സ്വദേശി കനക. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എറണാകുളം നോർത്ത് പറവൂരിൽ കനത്ത മഴയിലും കാറ്റിലും വീട് തകർന്നത് പുതുശ്ശേരി സ്വദേശി ഷീബയുടെ വീട്. തിരുവനന്തപുരം വിതുര ബോണക്കാട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിതുര അഗ്നിശമന സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വധശ്രമത്തിന് പിന്നാലെ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ട്രംപിന്റെ സുരക്ഷയ്ക്ക് FBI ടീമിനെ നിയോഗിച്ചു. വധശ്രമത്തിന് പിന്നാലെ ട്രംപിന്റെ സുരക്ഷാ വീഴ്ചയിൽ അമേരിക്കയിൽ വിമർശനം. ബീഹാറിൽ വികാസ്ശീൽ പാർട്ടി നേതാവ് മുകേഷ് സാഹ്നിയുടെ പിതാവ് ജിതൻ സാഹ്നി കൊല്ലപ്പെട്ടു. മൃതദേഹം വികൃതമാക്കിയ നിലയിൽ. ആലപ്പുഴ ബുധനൂരിൽ ഗാന്ധിഗ്രാമം പദ്ധതിയിലെ വീടിന്റെ താക്കോൽ കൈമാറി. താക്കോൽദാനം ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 2018 പ്രളയത്തിലാണ് ബുധനൂർ സ്വദേശി ചന്ദ്രന് വീട് നഷ്ടമായത്. എറണാകുളം പള്ളിപ്പുറം വയോജനങ്ങൾക്ക് തണൽ സംഘടനയുടെ നേതൃത്വത്തിൽ കർക്കിടക മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം NCP സംസ്ഥാന ട്രഷറർ PJ കുഞ്ഞുമോൻ നിർവഹിച്ചു. ഗുരുവായൂരപ്പന് വഴിപാടായി 5.8 കിലോഗ്രാം തൂക്കമുള്ള വെള്ളിയുരുളി സമർപ്പിച്ചത് തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ വ്യവസായി TS അശോകും ഭാര്യ T ലേഖയും ചേർന്ന്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. മന്ത്രിയും ഭാര്യയും ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തി. കൊല്ലം പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ചടങ്ങിൽ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു. 2 വർഷം പരിശീലനം പൂർത്തിയാക്കിയ 44 കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. കൊല്ലം മലയമൺ പഞ്ചായത്തിലെ പറപ്പാടി എസ്റ്റേറ്റിൽ പുതിയതായി നിർമ്മിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചണ്ണപ്പേട്ട വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി സുനീത് മാത്യു ഉദ്ഘാടനം ചെയ്തു.